ചെറിയ വാവകളായിരിക്കും നമ്മൾ സ്പൂണിൽ എന്തെങ്കിലും കൊടുക്കുന്നതാണോ നല്ലത്? ബോട്ടിൽ ഫീഡിങ് റെക്കമെൻഡഡ് ആണോ? ബോട്ടിൽ ഫീഡിങ് റെക്കമെൻഡ് അല്ല, എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് മദർ ആണെങ്കിൽ ബോട്ടിൽ റെക്കമെൻഡ് അല്ല. ബേസിക് കാരണം എന്ന് വെച്ചാൽ ബോട്ടിലിന്റെ നിപ്പിളിൽ നിന്ന് പാല് കുടിക്കുന്നതും അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കുന്നതും തമ്മിൽ മെക്കാനിസം തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ അമ്മയുടെ ബ്രസ്റ്റിൽ പാല് കുടിക്കുമ്പോൾ വാവ സക്ക് ചെയ്ത് ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കി പാല് വന്നു, അത് ഇറക്കി 3-4 സക്സ് കഴിഞ്ഞ് വാവന്ന് സ്റ്റോപ്പ് ചെയ്യും, പാല് വന്നു, അത് സോളോ ചെയ്തിട്ടാണ് അടുത്ത സക്ക് തുടങ്ങുന്നത്. ബോട്ടിൽ അങ്ങനെയല്ല, ഓരോ സക്കിനും പാല് വരും. അപ്പം രണ്ടും മെക്കാനിസം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ബേബി കൺഫ്യൂഷൻ ആവും, ഇപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം ഈസി വേ ഔട്ട് ഏതാ? ബോട്ടിലാണ്. അപ്പം ബേബീസ് ബോട്ടിലോട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും എന്താ സംഭവിക്കുക, മദർ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് പാൽ എടുത്തു വെച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനിഷി തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ബേബി ഇത് യൂസ് ടു ആയി കഴിയുമ്പോൾ പിന്നെ സിറ്റുവേഷൻ ആവുന്നത് അമ്മയ്ക്ക് ഉള്ള പാല് എക്സ്പ്രസ് ചെയ്ത് എടുത്തിട്ട് ബോട്ടിൽ കൊടുക്കുന്ന സിറ്റുവേഷൻ വരെ കണ്ടിട്ടുണ്ട്. അപ്പം ബോട്ടിൽ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് എന്നാണുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം, ബോട്ടിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം ഇറ്റ് ഇസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. അതിനകത്ത് പാലെടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വെരി ഹൈ ആണ്. വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോട്ടിൽ ഫീഡിങ് കുട്ടികൾക്ക് കൂടുതലാണ്.